അടുത്തതായിട്ട് പറയുന്നത് അലിയൽഡ് ആംഗിൾസിനെ പറ്റിയാണ്. അലിയൽഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് ഡെഫിനിഷൻ ഒന്നും നമ്മുടെ അലിയൽഡ് ആംഗിൾ ഇല്ല. എന്താണ് അലിയൽഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷനിൽ പല പല ആംഗിളുകൾ ഇനി കണ്ടുപിടിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് ഇപ്പൊ 90 പ്ലസ് ഓർ മൈനസ് തീറ്റ. ഓക്കെ, 90 പ്ലസ് ഓർ മൈനസ് തീറ്റ. ഓക്കെ, അപ്പൊ ഇത് 0 ആണ്, ഇത് 90 ആണ്, ഇത് 180 ആണ്, ഇത് 270 ആണ്, ഇത് വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോ 360. ഓക്കെ, അപ്പൊ 90 പ്ലസ് ഓർ മൈനസ് തീറ്റ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അല്ലെങ്കിൽ എന്തിനാണ് π/2 പ്ലസ് ഓർ മൈനസ് തീറ്റ. ഓക്കെ, ഇതൊക്കെയാണ് എങ്കിൽ ഇതിനെയാണ് 90ക്ക് പകരമാണ് π/2 റേഡിയൻ വാല്യൂ അതിന്റെ ഡിഗ്രി വാല്യൂ. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇടയ്ക്കുള്ള 90യുടെ ആംഗിൾ ഒന്ന് കൂട്ടിയാൽ 90യുടെ ആംഗിൾ കുറച്ചാൽ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അലിയൽഡ് ആംഗിൾ കണ്ടുപിടിക്കുക. അലിയൽഡ് ആംഗിൾ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. ഇപ്പൊ 90 പ്ലസ് തീറ്റ ആണെങ്കിൽ 90 പ്ലസ് തീറ്റ ഏത് ക്വാഡ്രന്റിൽ വരും? ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഏത് ഫോർത്ത്. അപ്പൊ ഇത് ഏത് ക്വാഡ്രന്റ് വരും? 90 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ്, π/2 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രന്റ്, π/2 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രന്റ്. അപ്പൊ അതേപോലെ 180 പ്ലസ് ഓർ മൈനസ് തീറ്റ അല്ലെങ്കിൽ π പ്ലസ് ഓർ മൈനസ് തീറ്റ അങ്ങനെയുള്ള ആംഗിൾസ് വരും. അല്ലെങ്കിൽ 270 പ്ലസ് ഓർ മൈനസ് തീറ്റ അല്ലെങ്കിൽ 3π/2 പ്ലസ് ഓർ മൈനസ് തീറ്റ അല്ലെങ്കിൽ ഇതിനാണ് 2π അല്ലെങ്കിൽ 360 പ്ലസ് ഓർ മൈനസ് തീറ്റ അല്ലെങ്കിൽ 2π പ്ലസ് ഓർ മൈനസ് തീറ്റ. ഇങ്ങനെയുള്ള ആംഗിൾസ് ആണ് അലിയൽഡ് ആംഗിൾസ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ അറിയാലോ 90 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ π/2 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ 90നോട് ഏതെങ്കിലും ഒരു ആംഗിൾ കൂട്ടിയാൽ എത്രാമത്തെ ക്വാഡ്രന്റിൽ വരും? ആ രണ്ടാമത്തെ ക്വാഡ്രന്റിൽ വരും. ആ 90നോട് ഏതെങ്കിലും ഒന്ന് കുറച്ചാൽ π/2 ഒരു ആംഗിൾ കുറച്ചാൽ ഏത് ക്വാഡ്രന്റിൽ വരും? ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരും. അപ്പൊ അങ്ങനെയുള്ള ആംഗിൾ ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? അലിയൽഡ് ആംഗിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പൊ എക്സാമ്പിൾ, അപ്പൊ ഇത് 180 പ്ലസ് തീറ്റ ആണെങ്കിൽ ഏത് ക്വാഡ്രന്റിൽ പോകും? ആ മൂന്നാമത്തെ ക്വാഡ്രന്റിൽ പോകും. 180 മൈനസ് തീറ്റ ആണെങ്കിൽ എത്രാമത്തെ ക്വാഡ്രന്റിൽ പോകും? 180 രണ്ടാമത്തെ ക്വാഡ്രന്റിൽ പോകും. അങ്ങനെ ഈ ആംഗിളിന്റെ ബേസിൽ നമുക്ക് ഓരോ ക്വാഡ്രന്റിലോട്ട് പോയി വ്യത്യസ്ത തരം ആംഗിളുള്ള ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് കണ്ടുപിടിക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് sin 90 എല്ലാവർക്കും അറിയാം. sin 90യുടെ വാല്യൂ എത്രയാണ്? 1 ആണ്. sin 90 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. ഇപ്പൊ sin 130 എങ്ങനെ എഴുതുമെന്ന് ചോദിച്ചാൽ 130 എങ്ങനെ എഴുതും എന്ന് ചോദിച്ചാൽ 130 അല്ല 120 എങ്ങനെ എഴുതുമെന്ന് ചോദിച്ചാൽ എങ്ങനെ എഴുതും? സൈൻ ഓഫ് എത്ര? 90 പ്ലസ് 30. ഇങ്ങനെയാണ് അലിയൽഡ് ആംഗിൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത്. ഈ 90യുടെയോ 180യുടെയോ 270യുടെയോ 360യുടെയോ ഒക്കെ ടൈം സ്പ്ലിറ്റ് ചെയ്ത് എഴുതും. അപ്പൊ സൈൻ എത്ര? 150. ഇത് എങ്ങനെ എഴുതുമെന്ന് ചോദിച്ചാൽ എങ്ങനെ എഴുതും? സൈൻ എത്ര? 180 മൈനസ് 30. ഓക്കെ, ഇങ്ങനെ എഴുതും. കണ്ടോ, ഇതിന്റെ ടേംസിൽ ബേസിക് ആയിട്ട് ഇത്ര ആംഗിളിന്റെ ടേംസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ആംഗിളിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത്. അപ്പൊ ഉദാഹരണം സൈൻ 390 എങ്ങനെ എഴുതുന്നത്? സൈൻ 360 പ്ലസ് 30. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അലിയൽഡ് ആംഗിൾ എന്ന് പറയുന്നത്. നമുക്ക് അറിയാവുന്ന ആംഗിളിന്റെ ബേസിൽ മറ്റു ആംഗിൾ കണ്ടുപിടിക്കുക. നമുക്ക് അറിഞ്ഞൂടാത്ത ആംഗിളുകൾ 90യും 30, 60, 180, 270 ഒക്കെ അറിയാം. അപ്പൊ അത് കൂടാതെ നമുക്ക് വരുന്ന ആംഗിൾ ഉണ്ട്. അതാണ് നമ്മൾ അലിയൽഡ് ആംഗിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അത് നമ്മൾ ഇത് ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്? കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതിന് കുറച്ച് ഒരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് വഴിയാണ് നമ്മൾ ഈ അലിയൽഡ് ആംഗിൾസിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കുന്നത്. ഓക്കെ, ആ സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് നോക്കിയോ. അത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാലോ. അലിയൽഡ് ആംഗിൾസ് പ്രത്യേക ഡെഫിനിഷൻ ഒന്നുമില്ല. ഇത്രയും ആംഗിളിന്റെ ബേസിലാണ് നമ്മൾ അലിയൽഡ് ആംഗിൾസ് കണ്ടുപിടിക്കുന്നത്. അതിന്റെ സ്റ്റെപ്പ് ഉണ്ട്, 3 സ്റ്റെപ്പ് ഉണ്ട് നോക്കിയോ. ഏതാണ് ആ സ്റ്റെപ്പുകൾ? നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ടു ഐഡന്റിഫൈ ദ ക്വാഡ്രന്റ്. ഏത് ക്വാഡ്രന്റ് ആണ് എന്ന് എന്ത് ചെയ്യുക? ഐഡന്റിഫൈ ചെയ്യുക. രണ്ടാമത്തേത് ടു ഐഡന്റിഫൈ ദ സൈൻ ഓഫ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. മൂന്നാമത്തേത് to check the angle. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ. ഫസ്റ്റ് നമുക്ക് ഏത് ക്വാഡ്രന്റ് അവർ പറഞ്ഞത് ഏത് ക്വാഡ്രന്റ് ആണെന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തേത് ഏത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തേത് തന്നിരിക്കുന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ സൈൻ ഏതെന്ന് മനസ്സിലാക്കുക. ഒന്നാമത്തേത് ഏത് ക്വാഡ്രന്റ് ആണെന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തേത് അത് ഏത് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ സൈൻ ആണെന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തേത് ചെക്ക് ദി ആംഗിൾ. ഓക്കെ, മൂന്നാമത്തെ എന്ത് ചെയ്യാം? ആംഗിൾ ചെക്ക് ചെയ്യുക. ഞാൻ സിമ്പിൾ എന്നാണ് ആദ്യം എഴുതിയത്. മൂന്നാമത്തെ എന്ത് ചെയ്യുക? ആംഗിൾ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, എങ്ങനെയാണ് നോക്കി ആംഗിൾ ചെക്ക് ചെയ്ത് നോക്കുന്നത്?
അതിനെ രണ്ട് രീതിയിലാണ്, രണ്ട് ബേസിലാണ് നമ്മൾ ആംഗിൾ ചെക്ക് ചെയ്ത് നോക്കുന്നത്. ആംഗിൾ ചെക്ക് ചെയ്ത് നോക്കുന്നത് രണ്ട് ബേസിലാണ്. ഒന്നാമത്തേത് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ആംഗിൾ ആരുടെ മൾട്ടിപ്പിൾ ആകണം? പൈയുടെ മൾട്ടിപ്പിൾ. പൈയുടെ മൾട്ടിപ്പിൾ 0 അല്ലെങ്കിൽ 180 അല്ലെങ്കിൽ 360 അല്ലെങ്കിൽ 540 ഇങ്ങനെ പോകുന്നത് ഒന്നാമത്തെ കേസ്. അതായത് പൈ 0 ഏതാണ് 0 പൈ 2 പൈ 3 പൈ 4 പൈ പൈയുടെ മൾട്ടിപ്പിളിലാണ് പോകുന്നത് എങ്കിൽ ഒന്നാമത്തെ കേസ്, രണ്ട് കേസ് കൊണ്ട് ആംഗിൾ ചെക്ക് ചെയ്യുക. ഒന്നാമത് 0 പൈ 2 പൈ 3 പൈ 4 പൈ ഇതിന്റെ കേസിലാണ് പോകുന്നതെങ്കിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ നോട്ട് ചേഞ്ച്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ത് ചെയ്തില്ല? ചേഞ്ച് ചെയ്തില്ല. പൈയുടെ മൾട്ടിപ്പിൾ ആണ് പോകുന്നതെങ്കിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ചേഞ്ച് ചെയ്തില്ല. സൈൻ ആണെങ്കിൽ എന്ത് തന്നെ ആയിരിക്കും? സൈൻ എക്സ് തന്നെ ആയിരിക്കും. കോസ് എക്സ് ആണെങ്കിൽ എന്ത് തന്നെ ആയിരിക്കും? കോസ് എക്സ് ആയിരിക്കും. സീക്ക് എക്സ് ആണെങ്കിൽ എന്ത് തന്നെ ആയിരിക്കും? സീക്ക് എക്സ് ആയിരിക്കും. ടാൻ എക്സ് ആണെങ്കിൽ എന്തായിരിക്കും? ടാൻ എക്സ് ആയിരിക്കും. കോട്ട് എക്സ് ആണെങ്കിൽ എന്ത് തന്നെ ആയിരിക്കും? കോട്ട് എക്സ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒന്നുകൂടെയുണ്ടല്ലോ. കൊസീക്ക് എക്സ് ആണെങ്കിൽ എന്താണ്? കൊസീക്ക് എക്സ് തന്നെ. ഓക്കെ, അപ്പോഴ് ഇത്രയും കാര്യം ആലോചിക്കുക. പൈയുടെ മൾട്ടിപ്പിളിലാണ് പോകുന്നത് തന്നിരിക്കുന്ന ട്രിഗണോമെട്രിന്റെ ആംഗിള്. പൈയുടെ മൾട്ടിപ്പിൾ 0 പൈ 2 പൈ 3 പൈ 4 പൈ 5 പൈ അങ്ങനെ പൈയുടെ മൾട്ടിപ്പിളിലാണ് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആംഗിളിന്റെ രീതിയിലാണെങ്കിൽ 0 180 360 540 അങ്ങനെ ഡിഗ്രിയിലാണെങ്കിൽ അങ്ങനെയാണ് റേഡിയൻ വാല്യൂ. അങ്ങനെയാണെങ്കിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ത് ചെയ്തില്ല? ചേഞ്ച് ചെയ്തില്ല. സൈൻ ആണെങ്കിൽ സൈൻ തന്നെയായിരിക്കും, കോസ് ആണെങ്കിൽ കോസില്, ടാൻ ആണെങ്കിൽ ടാന്റെ ആംഗിളിലായിരിക്കും, സീക്ക് ആണെങ്കിൽ സീക്ക്, കൊസീക്ക് ആണെങ്കിൽ കൊസീക്ക്, കോട്ട് ആണെങ്കിൽ കോട്ട്. അപ്പൊ ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ വാല്യൂ എന്ത് ചെയ്തില്ല? ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ത് ചെയ്തില്ല? ചേഞ്ച് ചെയ്തില്ല. ഓക്കെ, രണ്ടാമത്തെ കേസ് പൈ ബൈ 2ന്റെ മൾട്ടിപ്പിൾ ആണ്. ഒന്നാമത്തെ പൈയുടെ മൾട്ടിപ്പിൾ ആണ്. രണ്ടാമത്തത് പൈ ബൈ 2ന്റെ മൾട്ടിപ്പിൾ, അതായത് 90 270 അങ്ങനെ പോകുന്ന ആംഗിൾ ഡിഗ്രി വാല്യൂ, അല്ലെങ്കിൽ പൈ ബൈ 2 3 പൈ ബൈ 2 5 പൈ ബൈ 2 അതായത് പൈ ബൈ 2ന്റെ എന്ത് മൾട്ടിപ്പിൾ? പൈ ബൈ 2ന്റെ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ ബൈ 2ന്റെ ഓഡ് മൾട്ടിപ്പിൾ ആണ് ആംഗിളുകൾ വരുന്നുവെങ്കിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പൈ ബൈ 2ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. എങ്ങനെ ചേഞ്ച് ചെയ്യും? സൈൻ എക്സ് ആണ് എങ്കിൽ അത് എന്താവും? കോസ് എക്സ് ആവും. ടാൻ എക്സ് ആണ് എങ്കിൽ അത് കോട്ട് എക്സ് ആവും. കോട്ട് എക്സ് ആണെങ്കിൽ എന്താവും? ടാൻ എക്സ് ആവും. സൈൻ എക്സ് ആണെങ്കിൽ കോസ് എക്സ് ആവും. കോസ് എക്സ് ആണെങ്കിൽ സൈൻ എക്സ് ആവും. ടാൻ എക്സ് ആണെങ്കിൽ കോട്ട് എക്സ് ആവും. കോട്ട് എക്സ് ആണെങ്കിൽ ടാൻ എക്സ് ആവും. കൊസീക്ക് എക്സ് ആണെങ്കിൽ അത് സീക്ക് എക്സ് ആവും. സീക്ക് എക്സ് ആണെങ്കിൽ കൊസീക്ക് എക്സ് ആവും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരായിട്ട് ഇന്റർചേഞ്ചിങ് എന്നാണ്. ഒന്നി സൈൻ എക്സ് ആണെങ്കിൽ അത് കോസ് എക്സ് ആവും. കോസ് എക്സ് ആണെങ്കിൽ സൈൻ എക്സ് ആവും. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ട് നമുക്ക് പറയാൻ. അലൈൻഡ് ആംഗിൾ ചെക്ക് ചെയ്യാൻ വേണ്ടി 3 സ്റ്റെപ്പ് മതി നമുക്ക് അലൈൻഡ് ആംഗിൾ എന്ത് ചെയ്ത് നോക്കാൻ? ചെക്ക് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ആ വാല്യൂ ഏത് ക്വാഡ്രന്റിലാണ് നമ്മൾ നോക്കുക. രണ്ടാമത് തന്നിരിക്കുന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ എന്ത് നോക്കുക? സൈൻ നോക്കുക. മൂന്നാമത്തെ ആംഗിൾ ചെക്ക് ചെയ്യുക. ആംഗിൾ ചെക്ക് ചെയ്യുമ്പോൾ രണ്ട് കാര്യം കൺസിഡർ ചെയ്യണം. പൈയുടെ മൾട്ടിപ്പിളിലാണ് എങ്കിൽ, അല്ലെങ്കിൽ 0 180 360 ഡിഗ്രി ആ ഫോമിലാണ് എങ്കിൽ, പൈയുടെ മൾട്ടിപ്പിൾ ആണ് എങ്കിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യത്തില്ല. സൈൻ ആണെങ്കിൽ അത് സൈനിൽ തന്നെയായിരിക്കും. ഏത് ഫംഗ്ഷൻ ആണോ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആ ഫംഗ്ഷൻ തന്നെയായിരിക്കും വാല്യൂ വരുന്നത്. പൈ ബൈ 2ന്റെ ഓഡ് മൾട്ടിപ്പിൾ അത് 90 ഡിഗ്രിയിലാണെങ്കിൽ 90 270 ആ ഓർഡറിലാണ്. പൈ ബൈ 2 3 പൈ ബൈ 2 5 പൈ ബൈ 2 7 പൈ ബൈ 2 ആ രീതിയിലാണ്. പൈ ബൈ 2ന്റെ ഓഡ് മൾട്ടിപ്പിൾ ആണെങ്കിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ കൊണ്ട് എങ്ങനെ തിരിയും? സൈൻ എക്സ് ആണെങ്കിൽ കോസ് എക്സ് ആവും. കോസ് എക്സ് ആണെങ്കിൽ എന്താവും? സൈൻ എക്സ് ആവും. തിരിച്ച് ടാൻ എക്സ് ആണെങ്കിൽ കോട്ട് എക്സ് ആവും. കോട്ട് എക്സ് ആണെങ്കിൽ ടാൻ എക്സ് ആവും. കൊസീക്ക് എക്സ് ആണെങ്കിൽ സീക്ക് എക്സ് ആവും. സീക്ക് എക്സ് ആണെങ്കിൽ കൊസീക്ക് എക്സ് ആവും. ഇതാണ് ബേസിക് ആയിട്ടുള്ള 3 സ്റ്റെപ്പ്. നമ്മൾ ആംഗിൾ രണ്ടും കൂടെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഇത് മനസ്സിലാവും. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് നമ്മൾ അലൈൻഡ് ആംഗിൾസ് മെയിൻ ചെയ്ത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നമുക്ക് രണ്ടത് കണക്കുകൾ ചെയ്ത്, കണക്കല്ല രണ്ടത് ബേസിക് ആയിട്ടുള്ള ചില ഫോർമുലകൾ തന്നെ നമ്മൾ ഇവിടെ നോക്കിയത്. ഓക്കെ, ഒന്നാമത്തത് കണ്ടോ? സൈൻ പൈ ബൈ 2 മൈനസ് എക്സ്. ഈ എക്സിന്റെ സ്ഥാനത്ത് എക്സ് തന്നെ ഉള്ളതെന്നില്ല. എക്സ് എന്ന് പറയുന്നത് ഏതൊരു ആംഗിൾ ആണ്. ഓക്കെ, അല്ലെങ്കിൽ തീറ്റ എന്നൊക്കെ പറഞ്ഞു വരാം. ഈ സീക്വൽ ടു ഇതിന്റെ വാല്യൂ എന്താണ്? അപ്പൊ ആദ്യം നമ്മൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഇത് ഏത് ക്വാഡ്രന്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. പൈ ബൈ 2 മൈനസ് എക്സ്. പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ 90 മൈനസ് എക്സ് ഏത് ക്വാഡ്രന്റ് ആണ്? ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. അതാണ് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. ഇതാണ് ആദ്യം ഐഡന്റിഫൈ. അപ്പൊ എത്ര? ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. ഫസ്റ്റ് എന്ന് കിട്ടി. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രന്റ് കിട്ടി. രണ്ടാമത്തത് സൈൻ ചെക്ക് ചെയ്യുക. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ആര് പോസിറ്റീവ് ആണ്?
സൈൻ പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ സൈൻ പോസിറ്റീവ് ആണ്, ഫംഗ്ഷന്റെ ഇത് പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്, രണ്ടാമത്തേത് സൈൻ എന്താണ് പോസിറ്റീവ് ആണ്. ഇനി ഞാൻ പറഞ്ഞല്ലോ π/2 ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ത് ചെയ്യും, കൊണ്ട് തിരിയും. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ മൂന്നാമത്തെ സ്റ്റെപ്പാണ്, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യും. സൈൻ ആണെങ്കിൽ എന്താവും, കോസ് ആവും, കോസ് ആണെങ്കിൽ എന്താവും, സൈൻ ആവും. അപ്പോൾ എന്തിനാണ് സൈൻ π/2 മൈനസ് എക്സ്. അപ്പൊ സൈൻ എന്ന് പറയുന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഒക്കെ ചേഞ്ച് ആവും, എന്താവും, കോസ് എക്സ്. ഓക്കെ, മനസ്സിലായി? സൈൻ എന്തായി, കോസ് എക്സ് ആയി. ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഒന്നാമത് ഞാനിത് ഏത് ക്വാഡ്രന്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്തു. ഏത് ക്വാഡ്രന്റ് ആണ്, ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ സൈൻ എന്താണ്, പോസിറ്റീവ് ആണ്. ഇനി സൈൻ π/2 മൈനസ് എക്സിന്റെ വാല്യൂ, അപ്പൊ സൈൻ പോസിറ്റീവ്, അവിടെ വാല്യൂ പോസിറ്റീവ് ആണ്, അവിടെ നിൽക്കട്ടെ, പോസിറ്റീവ് ആണ്. ഓക്കെ, ഇനി അടുത്തത് സൈൻ π/2 മൈനസ് എക്സ്, π/2 ന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് ആംഗിൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു എങ്കിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ കൊണ്ട് തിരിയും. സൈൻ π/2 മൈനസ് സൈൻ എന്താവും, അവിടെ കോസ് എക്സ് ആയിട്ട് അങ്ങ് മാറും. ഓക്കെ, അടുത്തത് കോസ് π/2 പ്ലസ് എക്സ്. ചെക്ക് ചെയ്ത് നോക്കാം. π/2 പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എത്രാമത്തെ ക്വാഡ്രന്റ്? π/2 പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ക്വാഡ്രന്റ് ആണ് പിള്ളാരെ? എത്രാമത്തെ ക്വാഡ്രന്റ് ആണ്? π/2 പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ക്വാഡ്രന്റ് ആണ്. π/2 ഇതാണ് π/2 പ്ലസ് വരുമ്പോ ഇങ്ങോട്ട് എത്താത്ത രണ്ടാമത്തെ ക്വാഡ്രന്റ്. ക്വാഡ്രന്റ് ഐഡന്റിഫൈ ചെയ്തു, സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. അടുത്തത് ഇതിനകത്ത് കോസ് ആണ്. കോസ് എന്ന് പറയുന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണ് ഇവിടെ വാല്യൂ ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ക്വാഡ്രന്റില് കോസിന്റെ വാല്യൂ എന്താണ്, നെഗറ്റീവ് ആണ്. രണ്ടാമത്തെ ക്വാഡ്രന്റ് എന്താണ്, കോസിന്റെ വാല്യൂ എന്താണ്, നെഗറ്റീവ് ആണ്. അപ്പൊ കോസ് π/2 പ്ലസ് തീറ്റ ചോദിച്ചാൽ ആദ്യം നമ്മൾ എന്റെ ക്വാഡ്രന്റ് ഐഡന്റിഫൈ ചെയ്തപ്പോ രണ്ടാമത്തെ ക്വാഡ്രന്റ്. ഇനി കോസ് രണ്ടാമത്തെ ക്വാഡ്രന്റിൽ എന്താണ്, നെഗറ്റീവ് ആണ്. ആ നെഗറ്റീവ് സിമ്പിൾ ഇവിടെ ഇട്ടു, നെഗറ്റീവ്. പോസിറ്റീവ് ആണ് സിമ്പിൾ ഇട്ട. ഇനി π/2 പ്ലസ് എക്സ്, ഞാൻ പറഞ്ഞല്ലോ π/2 ന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് വരുന്നതെങ്കിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ കൊണ്ട് എന്ത് ചെയ്യും, തിരിയും. കോസ് π/2 പ്ലസ് എക്സ് എന്ന ട്രിഗണോമെട്രിക് കോസ് എന്ന് പറയുന്ന മാറി എന്താവും, സൈൻ എക്സ്. ഓക്കെ, അടുത്ത ഒരെണ്ണം സൈൻ പൈ പ്ലസ് എക്സ്, സൈൻ പൈ പ്ലസ് എക്സ്. ഓക്കെ, സൈൻ പൈ പ്ലസ് എക്സ് ആദ്യം നോക്കാനുള്ള ക്വാഡ്രന്റ് ആണ്. ക്വാഡ്രന്റ് നോക്കുന്നു എങ്ങനെ, പൈ പ്ലസ് എക്സ്. പൈ പ്ലസ് എക്സ് എന്ന് പറഞ്ഞാല് എന്താണ്, പൈ എന്ന് പറയാൻ 180 ആണ്. 180നോട് ഏതൊരു ആംഗിൾ പൈ പ്ലസ് തീറ്റ, തീറ്റയോ എക്സോ എന്ന് പറയാം. കൂട്ടുമ്പോ എത്രാമത്തെ ക്വാഡ്രന്റിൽ പോകും, മൂന്നാമത്തെ ക്വാഡ്രന്റിലാണ് പോകുന്നത്, മൂന്നാമത്തെ ക്വാഡ്രന്റ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുമ്പോ മൂന്നാമത്തെ ക്വാഡ്രന്റിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടെ സൈൻ എന്ത് ചെയ്യുന്നു, അവിടെ സൈൻ മൂന്നാമത്തെ ക്വാഡ്രന്റ് സൈൻ എന്താണ്, സൈന്റെ വാല്യൂ എന്താണ്, നെഗറ്റീവ് ആണ്. ഓക്കെ, ഇനി അടുത്തത് സൈൻ പൈ പ്ലസ് എക്സ് ആണ്. ആരുടെ മൾട്ടിപ്പിൾ ആണ്, പൈയുടെ മൾട്ടിപ്പിൾ അല്ലേ. പൈയുടെ മൾട്ടിപ്പിളില് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ത് ചെയ്യത്തില്ല, ചേഞ്ച് ചെയ്യത്തില്ല. 0 π 2 π 3 π 4 π ഇവിടെ ഒന്നും ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ത് ചെയ്തില്ല, ചേഞ്ച് ചെയ്തില്ല. അപ്പം ഒന്നാമത് ക്വാഡ്രന്റ് മനസ്സിലാക്കി. എത്രാമത്തെ ക്വാഡ്രന്റ് ആണ്, മൂന്നാമത്തെ ക്വാഡ്രന്റ് ആണ്. മൂന്നാമത്തെ ക്വാഡ്രന്റിൽ സൈന്റെ വാല്യൂ നെഗറ്റീവ് ആണ്. അടുത്ത ആംഗിൾ ചെക്ക് ചെയ്യുമ്പോൾ ആരുടെ മൾട്ടിപ്പിൾ ആണ്, പൈയുടെ മൾട്ടിപ്പിൾ ആണ്. പൈയുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഒരു ചേഞ്ചും ഇല്ല, സൈൻ എക്സ്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ അതിൽ തന്നെയാണ് വരുന്നത്. എന്തുകൊണ്ടുള്ള മൈനസ് വന്നതെന്ന് ചോദിച്ചാൽ മൂന്നാമത്തെ ക്വാഡ്രന്റില് എന്താണ്, നെഗറ്റീവ് ആണ്. ഓക്കെ, ആ ഒരു കേസ് മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ തന്നെ സൈൻ പൈ മൈനസ് എക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, സൈൻ പൈ മൈനസ് എക്സ് എത്രാമത്തെ ക്വാഡ്രന്റ് ആണ്, പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ പൈ 180. 180 ഏതെങ്കിലും ആംഗിൾ കുറച്ചാ എത്രാമത്തെ ക്വാഡ്രന്റ്, ഇതാണ് 180. പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ക്വാഡ്രന്റ്. രണ്ടാമത്തെ ക്വാഡ്രന്റിൽ സൈൻ എന്ന് പറയുന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ വാല്യൂ പോസിറ്റീവ് ആണ്. അപ്പൊ രണ്ടാമത്തെ ഫംഗ്ഷനും പോസിറ്റീവ് ആണ്. ഇനി സൈൻ പൈ മൈനസ് എക്സ്, പൈയുടെ മൾട്ടിപ്പിളില് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ത് ചെയ്തില്ല, ചേഞ്ച് ചെയ്തില്ല. അപ്പൊ ആൻസർ എന്ത് തന്നെ, സൈൻ എക്സ്. ഇവിടെ പ്ലസ് ഇടേണ്ട ആവശ്യമില്ല, പോസിറ്റീവ് ആണ്, പ്ലസ് റെപ്രസെന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. ഞാൻ ഒന്നുകൂടെ പറയാനാണ്, π/2 ന്റെ മൾട്ടിപ്പിൾ വന്നു കഴിഞ്ഞാൽ ക്വാഡ്രന്റ് നോക്കി ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന സൈൻ എന്നുള്ള എന്താവും, കോസ് എക്സ് ആവും. പക്ഷേ ഫസ്റ്റ് ക്വാഡ്രന്റിൽ പോസിറ്റീവ് ആയതുകൊണ്ട് അവിടെ പോസിറ്റീവ്. ഇവിടെ കണ്ട cos π/2 plus x ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ത് ചെയ്യും, കൊണ്ട് തിരിയും. എന്താവും, ആ cos π/2 plus x ആണെങ്കിൽ അത് കൊണ്ടങ്ങ് തിരിയും. എന്താവും, sin x ആവും. പക്ഷേ രണ്ടാമത്തെ ക്വാഡ്രന്റിൽ cos നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് കൊടുത്തു. sin π plus x, sin പൈയുടെ മൾട്ടിപ്പിൾ ആണ്, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഒരു മാറ്റവും ഇല്ല. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ത് തന്നെ, sin x തന്നെ. പക്ഷേ മൂന്നാമത്തെ ക്വാഡ്രന്റിൽ sin നെഗറ്റീവ് ആണ്. അങ്ങനെ നോക്കിയാൽ മതി. sin π minus x
സൈൻ പൈയുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ട്രിഗണോമെട്രി ഫംഗ്ഷന് മാറ്റമില്ല, എന്ത് തന്നെ സൈൻ എക്സ് രണ്ടാമത്തെ ക്വാഡ്രന്റ് പോസിറ്റീവ് ആണ്. അങ്ങനെ നോക്കിയാലും മതി. അതാണ് വേറെ ഒന്ന് നോക്കിയോ. കൊസീക്ക് 3π/2 പ്ലസ് എക്സ്, കൊസീക്ക് 3π/2 പ്ലസ് എക്സ്. ഓക്കെ, 3π/2 π/2 മൾട്ടിപ്പിൾ ആണെങ്കിൽ ട്രിഗണോമെട്രി ഫംഗ്ഷൻ കൊണ്ട് തിരിയും. അങ്ങനെ എഴുതിയാലും മതി. ഒറ്റയടിക്ക് നമുക്ക് അങ്ങനെ അങ്ങ് ചെയ്യാം. π/2 മൾട്ടിപ്പിൾ ആണെങ്കിൽ ട്രിഗണോമെട്രി ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യും. കൊസീക് എക്സ് ആരാവും? സീക് എക്സ് ആവും. കൊസീക് എക്സ് എന്താവും? സീക് എക്സ് ആവും. ഇനി സൈൻ ഇട്ട് കൊടുത്താലും മതി. ഇത് എത്രാമത്തെ ക്വാഡ്രന്റ് ആണ്? എത്രാമത്തെ ക്വാഡ്രന്റ്? നാലാമത്തെ ക്വാഡ്രന്റ്. നാലാമത്തെ ക്വാഡ്രന്റിലെ ട്രിഗണോമെട്രി ഫംഗ്ഷൻ എന്തായിരിക്കും പിള്ളേരെ? എന്താണ്? കൊസീക് 3π/2 പ്ലസ് എക്സ്. കൊസീക്കിന്റെ വാല്യൂ എന്താണ്? നാലാമത്തെ ക്വാഡ്രന്റ് നെഗറ്റീവ് ആണ്. അതാണ് ആൻസർ. ഓക്കെ, വേറെ ഒന്ന് നോക്കൂ. സീക് 2π പ്ലസ് എക്സ്. സീക് 2π പ്ലസ് എക്സ്. ഓക്കെ, 2π പൈയുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ട്രിഗണോമെട്രി ഒരു ചേഞ്ചും ഇല്ല. ആൻസർ എന്ത് തന്നെയാണ്? സീക് എക്സ് തന്നെ. ഇത് 2π പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ക്വാഡ്രന്റ് ആണ്? ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ സീക് എക്സിന്റെ വാല്യൂ പോസിറ്റീവ് ആണ്. കണ്ടോ, സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഏത് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും. സിമ്പിൾ ആയിട്ട് ഒന്നും കൂടെ ശ്രദ്ധിച്ചിരിക്കുക. ഇത് കണ്ടോ, π/2 സൈൻ ഓഫ് π/2 മൈനസ് എക്സ്. π/2 മൈനസ് എക്സോ π/2 മൾട്ടിപ്പിൾ ആണ് ഇവിടെ വന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ട്രിഗണോമെട്രി സൈൻ എക്സ് എന്നുള്ള എന്താവും? കോസ് എക്സ് ആവും. ഒറ്റയടിക്ക് അത് മാറ്റിയിട്ട് പെട്ടെന്ന് എഴുതുകയാണ് നോക്കും. അതായത് ഇത്രയും പേര്. ഓക്കെ, π/2 മൾട്ടിപ്പിൾ ആണ്. സൈൻ ഓഫ് π/2 മൈനസ് എക്സ് ആകുമ്പോൾ ട്രിഗണോമെട്രി ചേഞ്ച് ചെയ്യും. ഇവിടെ എന്താവും? കോസ് എക്സ് ആവും. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് π/2 മൈനസ് എക്സ്. അവിടെ ആര് പോസിറ്റീവ് ആണ്? സൈൻ പോസിറ്റീവ് ആണ്. അവിടെ പോസിറ്റീവ് ആണെങ്കിൽ ചിഹ്നം വേണ്ട ആവശ്യം. അടുത്തത് കോസ് π/2 മൾട്ടിപ്പിൾ ആണ്. കോസ് π/2 പ്ലസ് എക്സ്. അപ്പൊ കോസ് എന്താവും? ഇവിടെ സൈൻ എക്സ് ആവും. ഓക്കെ, രണ്ടാമത്തെ π/2 പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസിന്റെ വാല്യൂ എന്താണ്? നെഗറ്റീവ് ആണ്. നെഗറ്റീവ്. അടുത്ത സൈൻ π പ്ലസ് എക്സ്. പൈയുടെ മൾട്ടിപ്പിൾ ആകുമ്പോൾ ട്രിഗണോമെട്രി ഫംഗ്ഷൻ ചേഞ്ച് ചെയ്തില്ല. അത് തന്നെ എന്താണ്? സൈൻ എക്സ്. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ഇത് എത്രാമത്തെ ക്വാഡ്രന്റ് ആണെന്ന് നോക്കണം. ഇത് π പ്ലസ് എക്സ് എത്രാമത്തെ ക്വാഡ്രന്റ് ആണ്? മൂന്നാമത്തെ ക്വാഡ്രന്റ് ആണ്. മൂന്നാമത്തെ ക്വാഡ്രന്റ് സൈന്റെ വാല്യൂ എന്താണ്? നെഗറ്റീവ് ആണ്. ഓക്കെ, അടുത്തത് സൈൻ π മൈനസ് എക്സ്. പൈയുടെ മൾട്ടിപ്പിളിൽ ട്രിഗണോമെട്രി ഫംഗ്ഷൻ എന്ത് ചെയ്തില്ല? ചേഞ്ച് ചെയ്തില്ല. എന്ത് തന്നെയാണ്? സൈൻ എക്സ്. ഇനി π മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ക്വാഡ്രന്റ് ആണ്? രണ്ടാമത്തെ ക്വാഡ്രന്റ് ആണ്. രണ്ടാമത്തെ ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ സൈന്റെ വാല്യൂ പോസിറ്റീവ് ആണ്. ഇടേണ്ട ആവശ്യമില്ല. അടുത്ത കൊസീക് 3π/2 പ്ലസ് എക്സ്. കൊസീക് 3π/2 പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ π/2 മൾട്ടിപ്പിൾ ആണ്. ട്രിഗണോമെട്രി ഫംഗ്ഷൻ ചേഞ്ച് ആവും. കൊസീക് എക്സ് എന്താവും? സീക് എക്സ് ആവും. ഇനി π/2 പ്ലസ് 3π/2 പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ നാലാമത്തെ ക്വാഡ്രന്റ് ആണ്. നാലാമത്തെ ക്വാഡ്രന്റിൽ കൊസീക്കിന്റെ വാല്യൂ എന്താണ്? നെഗറ്റീവ് ആണ്. ഓക്കെ, അടുത്തത് സീക് 2π പ്ലസ് എക്സ്. സീക് 2π പ്ലസ് എന്ന് പറഞ്ഞാൽ പൈയുടെ മൾട്ടിപ്പിൾ ആണ്. ട്രിഗണോമെട്രി ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യത്തില്ല. എന്ത് തന്നെയാണ് ആൻസർ? സീക് എക്സ് തന്നെയാണ്. പക്ഷേ ഫസ്റ്റ് ക്വാഡ്രന്റിൽ സീക് എന്ത് തന്നെയാണ്? പോസിറ്റീവ് ആണ്. കണ്ടോ, സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിലേക്ക് ഓരോന്ന് എഴുതാനായിട്ട് പറ്റും. കുറച്ച് വാല്യൂ കൂടെ നമുക്ക് നേരത്തെ പറഞ്ഞ കണക്കൊന്ന് നോക്കാം. നോക്കി, tan π/2 പ്ലസ് എക്സ്. ഓക്കെ, അപ്പൊ tan π/2 പ്ലസ് എക്സ് ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് അങ്ങോട്ടുള്ള കണക്ക് ചെയ്യാൻ വേണ്ടിയാണ് പഠിക്കുന്നത്. അത് മനസ്സിലാക്കുക. ഓക്കെ, tan π/2 പ്ലസ് എക്സ്. tan π/2 പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ π/2 മൾട്ടിപ്പിൾ ആയതുകൊണ്ട് π/2നോടൊപ്പം ഏതെങ്കിലും ആംഗിൾ കൂട്ടി. π/2 മൾട്ടിപ്പിൾ പ്ലസ് ആംഗിൾ ആണ്. അപ്പൊ π/2 ആംഗിൾ മൾട്ടിപ്പിൾ ആവോട് ആംഗിൾ കൂട്ടുന്നെങ്കിൽ ട്രിഗണോമെട്രി ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യും. tan എന്താണ് ആവുന്നത്? കോട്ട്. എന്താവും? കോട്ട് എക്സ് ആവും. ഓക്കെ, π/2 പ്ലസ് എക്സ് എത്രാമത്തെ ക്വാഡ്രന്റ് ആണ്? π/2 പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ 90 പ്ലസ് എക്സ് എത്രാമത്തെയാണ്? രണ്ടാമത്തെ ക്വാഡ്രന്റ്. ഇതിന്റെ ഈ ഫംഗ്ഷന്റെ വാല്യൂ ആണ് നോക്കാനുള്ളത്. ടാന്റെ വാല്യൂ എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ ആൻസർ മൈനസ് കോട്ട് എക്സ്. അടുത്തത് കോട്ട് π പ്ലസ് എക്സ്. കോട്ട് π പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോട്ട് π പ്ലസ് എക്സ്. അപ്പൊ പൈയുടെ മൾട്ടിപ്പിളിനോട് ഏത് ആംഗിൾ കൂട്ടിയാൽ ട്രിഗണോമെട്രി ഫംഗ്ഷൻ ചേഞ്ച് ചെയ്തില്ല. ആൻസർ എന്ത് തന്നെയാണ്? കോട്ട് എക്സ്. ഇനി സൈൻ നോക്കാം നമുക്ക്. പൈ അല്ലേ? പൈ പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ക്വാഡ്രന്റ് ആണ്? മൂന്നാമത്തെ ക്വാഡ്രന്റ് ആണ്. മൂന്നാമത്തെ ക്വാഡ്രന്റിൽ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? ആഫ്റ്റർ സ്കൂൾ ട്യൂഷൻ സെന്റർ. മൂന്നാമത്തെ ടാനും കോട്ടും പോസിറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്ത ചിഹ്നം കൊടുക്കേണ്ട? പോസിറ്റീവ് ആണ്. അടുത്തത് സൈൻ 3π/2 പ്ലസ് എക്സ്. 3π/2 മൾട്ടിപ്പിൾ ആണെങ്കിൽ ട്രിഗണോമെട്രി ഫംഗ്ഷൻ ചേഞ്ച് ആവും. സൈൻ എക്സ് എന്നുള്ള സൈൻ 3π/2 എക്സ് എന്ന് പറയുന്നത് എന്താവും? കോസ് എക്സ് ആവും. ഓക്കെ, അടുത്തത് സൈൻ 3π/2 പ്ലസ് എക്സ് ആണെങ്കിൽ നമുക്ക് സൈൻ നോക്കാം. നാലാമത്തെ ക്വാഡ്രന്റ് ആണ്. നാലാമത്തെ ക്വാഡ്രന്റ് 270 പ്ലസ് എക്സ് അല്ലെ 270 പ്ലസ് തീറ്റ. നാലാമത്തെ ക്വാഡ്രന്റ് സൈന്റെ വാല്യൂ എന്താണ്?
നെഗറ്റീവ് ആണ്. ഓക്കെ, അടുത്തത് cos 2π മൈനസ് തീറ്റ. cos 2π അപ്പൊ പൈയുടെ മൾട്ടിപ്പിൾ ആണ്, അപ്പൊ ട്രിഗണോമെട്രി ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യത്തില്ല, എന്ത് തന്നെയാണ് cos x തന്നെയാണ്. ഓക്കെ, ഇനി 2π മൈനസ് x എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ക്വാഡ്രന്റ് ആണ്? ഇതാണ് 2π മൈനസ് x എന്ന് പറഞ്ഞാൽ നാലാമത്തെ ക്വാഡ്രന്റ്. നാലാമത്തെ ക്വാഡ്രന്റില് ഈ cos എന്ന് പറയുന്ന ട്രിഗണോമെട്രി ഫംഗ്ഷൻ എന്ത് തന്നെയാണ്? പോസിറ്റീവ് തന്നെയാണ്. അടുത്തത് കൊസീക്ക് പൈ മൈനസ് എക്സ്. കൊസീക്ക് പൈ മൈനസ് പൈയുടെ മൾട്ടിപ്പിൾ ആണ്, ട്രിഗണോമെട്രി ഫംഗ്ഷൻ മാറത്തില്ല, എന്ത് കൊസീക്ക് എക്സ്. ആദ്യം ട്രിഗണോമെട്രി ഫംഗ്ഷൻ, പിന്നെയാണ് നമ്മൾ സൈൻ നോക്കുക. ഓക്കെ, പെട്ടെന്ന് എഴുതാൻ വേണ്ടിയാണ് ഞാൻ സ്റ്റെപ്പ് തിരിച്ചാണ് പറഞ്ഞു തന്നെങ്കിലും പെട്ടെന്ന് എഴുതാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, അടുത്ത കൊസീക്ക് പൈ മൈനസ് എക്സ്. അപ്പൊ പൈയുടെ മൾട്ടിപ്പിൾ ആയിട്ട് ട്രിഗണോമെട്രി ഫംഗ്ഷൻ നോ ചേഞ്ച്. കൊസീക്ക് എന്ത് തന്നെ ആവും? കൊസീക്ക് തന്നെ ആവും. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ പൈ മൈനസ് എക്സ് എത്രാമത്തെ ക്വാഡ്രന്റ് ആണ്? പൈ മൈനസ് എക്സ് രണ്ടാമത്തെ ക്വാഡ്രന്റ് ആണ്. രണ്ടാമത്തെ ക്വാഡ്രന്റിൽ കൊസീക്ക് എന്ന് പറയുന്ന ട്രിഗണോമെട്രി ഫംഗ്ഷൻ പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കേണ്ട? ചിഹ്നം കൊടുക്കേണ്ട ആവശ്യമില്ല. അടുത്തത് tan 3π/2 മൈനസ് എക്സ്. 3π/2 3π/2 ആവുമ്പോൾ ട്രിഗണോമെട്രി ഫംഗ്ഷൻ കൊണ്ട് എന്ത് ചെയ്യും? തിരിയും. അറിയാലോ, ചേഞ്ച് ചെയ്യും. 3π/2 മൾട്ടിപ്പിൾ ആവുമ്പോൾ അതിന് ആംഗിൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ ട്രിഗണോമെട്രി ചേഞ്ച് ആവും. tan ആദ്യം എന്താവും? cot x ഉണ്ടാവും. ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. 3π/2 എന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കുകയാണ്. 3π/2 മൈനസ് എക്സ് എന്ന് വെച്ചാൽ മൂന്നാമത്തെ ക്വാഡ്രന്റ് ആണ്. ക്വാഡ്രന്റ് ഐഡന്റിഫൈ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. മൂന്നാമത്തെ ക്വാഡ്രന്റ് ടാന്റെ വാല്യൂ എന്താണ്? ആ പോസിറ്റീവ് ആണ്. അപ്പൊ tan 3π/2 മൈനസ് എക്സ് എന്ത് തന്നെയാണ്? cot x തന്നെ. ഓക്കെ, ഇങ്ങനെയാണ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ നമുക്ക് ഇങ്ങനെ അലിയൽഡ് ആംഗിൾസിൽ നമ്മൾ മെഷർ ചെയ്യും. അടുത്തതായിട്ട് ഫൈൻഡ് ദ വാല്യൂ ഓഫ് sin 31π/3. അപ്പൊ sin 31π/3 യുടെ വാല്യൂ കണ്ടുപിടിക്കുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചോദിക്കുന്നത്. നോക്കി, ഇപ്പൊ sin 31π/3 ഇതിന്റെ വാല്യൂ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. ഇതിന്റെ അകത്ത് കിടക്കുന്ന ഈ റേഡിയൻ ആംഗിളിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ 31/3. ഓക്കെ, അപ്പൊ നമുക്ക് 3 എത്ര ടൈംസ് അടങ്ങും? 10 ടൈംസ് അടങ്ങും. 30 ശിഷ്ടം 1 റിമൈൻഡർ 1. അപ്പൊ അങ്ങനെ എങ്ങനെ എഴുതാം? 10 പ്ലസ് എന്തിനാണ്? 1/3. 1 തന്നെ വരണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ എളുപ്പം വരും. 10 പ്ലസ് 1/3. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? 10π പ്ലസ് എങ്ങനെ എഴുതാം? π/3. എങ്ങനെ എഴുതാം? 10π പ്ലസ് π/3 എന്ന് എഴുതാം. ഇതിന്റെ താഴെ എത്ര ഉണ്ട്? 1 ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഈ 10π പ്ലസ് π/3 കൂട്ടുമ്പോൾ എന്ത് കിട്ടുമോ നോക്കാം. 31π/3 കിട്ടുമോ നോക്കാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 30π പ്ലസ് 1 into π 1 into 3 3. ആൻസർ എത്ര? 31π/3. കണ്ടാ? ശരിയല്ല. അപ്പൊ നമുക്ക് ഇതിനെ 31π/3 എങ്ങനെ എഴുതാം? 10π പ്ലസ് π/3 നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാം. അപ്പൊ എങ്ങനെ എഴുതാം? ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് എന്തിനാണ്? 10π പ്ലസ് π/3. ഡൗട്ട് ഉണ്ടോ? 10π പ്ലസ് π/3. ഓക്കെ, അടുത്തത് ഇത് അല്ലാതെ വേറെ രീതിയിലും ചെയ്യാം കേട്ടോ. 31ന് 3 എത്ര തവണ അടങ്ങും? 10 തവണ. അതാണ് 10π പ്ലസ് π/3. അങ്ങനെ നമുക്ക് നോക്കാം. അതാണ്ട് 31. എല്ലാത്തിലും അത് കറക്റ്റ് ആവത്തില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇന്നലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കറക്റ്റ് ആണോ നോക്കിയിട്ട് വേണം ചെയ്യാം. നോക്കാം. 31ന് 3 എത്ര തവണ അടങ്ങും? 10. അപ്പൊ എത്ര? 10π പ്ലസ് എത്ര? π/3. അങ്ങനെ നമുക്ക് നോക്കാം. ഓക്കെ, എല്ലാത്തിലും അതായത് വരത്തില്ല. റിമൈൻഡർ 1 തന്നെ വരണം. 31ന് 3 എത്ര തവണ? 10 3 30. റിമൈൻഡർ എത്ര? 1. ആ 1 അവിടെ വരാം. അങ്ങനെയാണ് ബാക്കി പൈ. ആ 1 കൂടെ ചേർന്നാണ് π/3 വരും. ഓക്കെ, ആ 1ഉം ഈ പൈയുടെ ആകുമ്പോൾ π/3. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്ത് നോക്കാം? ഡിവൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി അടുത്തത് സൈൻ ഓഫ് 10π പ്ലസ് π/3. ഈ 10π എന്ന് പറയുന്നത് ആരുടെ മൾട്ടിപ്പിൾ ആണ്? 2πയുടെ മൾട്ടിപ്പിൾ ആണ്. അറിഞ്ഞൂടെ പിള്ളേരെ? ഇത് കണ്ടോ? ഇത് 0. കറങ്ങി തിരിച്ച് ഇവിടെ വരുമ്പോഴത്തേക്കും 2π. വീണ്ടും കറങ്ങി തിരിച്ച് 4π. വീണ്ടും അടുത്ത റെവല്യൂഷൻ 6π 8π 10π. ഓക്കെ, 10π. ഡൗട്ട് ഉണ്ടോ? 10π എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഈവൻ നമ്പേഴ്സിന്റെ ഇതാണ് വരുന്നത്. 0π 0 2π 4π 6π 8π 10π 12π അങ്ങനെയാണ് വരുന്നത്. ബട്ട് 10π പ്ലസ് π/3 എന്ന് പറഞ്ഞാൽ ഏത് ക്വാഡ്രന്റിലാണ് വരുന്നത്? ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് വരുന്നത്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? 10π പ്ലസ് ഒരു ആംഗിൾ. ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ നേരത്തെ ഉള്ള നമ്മൾ അലിയൽഡ് ആംഗിളിന്റെ കൺസെപ്റ്റ് നമ്മൾ എടുക്കും. അലിയൽഡ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സൈൻ പൈയുടെ മൾട്ടിപ്പിൾ പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്തിനാണ്? സൈൻ തീറ്റ എന്ന് തന്നെയാണ്. എന്തിനാണ്? സൈൻ തീറ്റ. ഓക്കെ, ഏത് ക്വാഡ്രന്റ് ആണ്? ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എന്തായാലും പോസിറ്റീവ് ആണല്ലോ സൈൻ. ഈസ് ഈക്വൽ ടു സൈൻ π/3 എന്ന് പറഞ്ഞാൽ സൈൻ π/3 സൈൻ 60. സൈൻ 60ന്റെ വാല്യൂ എത്രയാണ്? √3/2. ആൻസർ √3/2. ഇത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ എല്ലാവർക്കും അറിയാലോ. ഇവിടുന്ന് ഇങ്ങോട്ട് വന്ന് എങ്ങനെയാണെന്ന് ഒന്നുകൂടെ പറയാം.
നേരത്തെ പറഞ്ഞു പൈയുടെ മൾട്ടിപ്പിളിനോട് ഏതെങ്കിലും ആംഗിൾ കൂട്ടിയാൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ത് ചെയ്യത്തില്ല, ചേഞ്ച് ചെയ്യത്തില്ല. അവിടെ നമ്മൾ പഠിച്ചത് ഇങ്ങനെയാണ്, സൈൻ പൈ പ്ലസ് തീറ്റ എന്നൊക്കെ പറഞ്ഞാൽ പൈ പ്ലസ് എക്സ് എന്ന് പറയാൻ പഠിച്ചു. ആ എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ കിടക്കുന്ന ആരാണ്, പൈ ബൈ 3. അപ്പൊ നമ്മൾ നേരെ നമ്മൾ എഴുതി എന്തായിരുന്നു, പൈയുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ട്രിഗണോമെട്രി ചേഞ്ച് ചെയ്തില്ല, ഡയറക്റ്റ് എന്ത് തന്നെയാണ് സൈൻ എക്സ്. അതേപോലെ ഇവിടെ സൈൻ എക്സ് എന്ന് പറയാൻ പോലെ ഇവിടെ സൈൻ എക്സിന്റെ സ്ഥാനത്ത് ആരാ കിടക്കുന്നത്, സൈൻ പൈ ബൈ 3. അതാണ് എഴുതിയിരിക്കുന്നത് സൈൻ പൈ ബൈ 3. ഓക്കെ, അടുത്തത് സൈൻ പൈ ബൈ 3. ഇനി നമ്മൾ ഏത് ക്വാഡ്രന്റ് ആണ് നമുക്കറിയാമല്ലോ. ഏത് ക്വാഡ്രന്റ് ആണ്, ഫസ്റ്റ് ക്വാഡ്രന്റ്. ഫസ്റ്റ് ക്വാഡ്രന്റിലെ സൈൻ എന്താണ്, പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ഇടേണ്ട കാര്യമില്ലല്ലോ. സൈൻ പൈ ബൈ 3 യുടെ വാല്യൂ എല്ലാവർക്കും അറിയാം, √3/2. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഈ ടൈപ്പ് കണക്കുകൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ.